ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീച്ച് റോഡിലെല്ലാം കിട്ടുന്ന നല്ല സൂപ്പറായിട്ടുള്ള കപ്പലണ്ടി പൊരിയലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കപ്പലണ്ടി പൊരിയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ കപ്പലണ്ടിയാണ്. പച്ച കപ്പലണ്ടിയാണ് വേണ്ടത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിനി അതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ കുക്കറിലേക്ക് ഇടുമ്പോഴത്തേക്കും അതിനാവശ്യത്തിന് ആ കപ്പലണ്ടി എല്ലാം നല്ലതുപോലെ വെന്തിട്ട് കിട്ടാൻ മാത്രമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കപ്പലണ്ടി വേകാനായിട്ട് കുറച്ച് സമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നിലക്കടലിലേക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴേ ഉപ്പ് ചേർത്താൽ മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിസിലൊക്കെ വരും, പക്ഷേ വെന്തിട്ട് കിട്ടില്ല. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പലണ്ടി പൊരിയിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നാണ്. അപ്പോൾ ആ ഉഴുന്ന് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടി. അപ്പോൾ വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഉഴുന്നും എല്ലാം നല്ല ചെറിയൊരു ഗോൾഡൻ കളറിൽ വരണം. അത്രയും മതിയാവും. അത്രയും സമയം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെള്ളമെല്ലാം വാർന്ന് വെച്ചിരിക്കുന്ന നമ്മളെ കപ്പലണ്ടി കൂടിയാണ്. കപ്പലണ്ടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് ഒരു പകുതി സവാള. പകുതിയിൽ നിന്ന് ഒരല്പം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ പകുതി സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് വരണം. അതുവരെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്, കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കുറവായിട്ടാണ്, ഒരല്പം കായപ്പൊടി കൂടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പും കൂടിയാണ്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചെങ്കിൽ കൂടിയും ഒരല്പം ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് കൂടി ചേർത്തേക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതിൽ ഫോളോവേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പം മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി നാരങ്ങ നീര് കൂടിയാണ്. അപ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ നമുക്കിതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പകുതി നാരങ്ങ നീര് കൂടി ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി പൊരിയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീച്ച് റോഡിലൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലാണ് ഇതുള്ളത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടോട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടെ തന്നെ ഒരു ഷെയർ കൂടി ഒന്ന് ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.